ഒന്നാം ഭാഗത്തിൽ നമ്മൾ കണ്ടു, അതായത് അച്ഛനായ ഗോപയ്യ കൂലിപ്പണിക്ക് പോകുമ്പോൾ മാലിനി എന്ന ഇളയ മകളെ നോക്കണമെന്ന് മൂത്ത മകളോട് പറയുന്നു. പുറത്ത് നല്ല വെയിലായതുകൊണ്ട് മൂത്ത മകൾ ശാന്തി അനിയത്തി മാലിനിയെ പുറത്തു പോകാൻ സമ്മതിക്കുന്നില്ല. ശാന്തി ചെരുപ്പിടാതെ വെയിലത്ത് കിടക്കുന്ന ഒരു വലിയ കല്ലിൽ മാലിനി പറയുന്ന സമയം വരെ നിൽക്കാമെങ്കിൽ അവൾ പുറത്തു പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കാമെന്ന് ചേച്ചിയോട് പറയുന്നു. ശാന്തി ചുട്ടുപൊള്ളുന്ന കല്ലിൽ കയറി നിൽക്കുന്നു. വെയിൽ കാരണം തല കറങ്ങി അവൾ നിലത്ത് വീഴുന്നു. ഇതറിഞ്ഞ ഗോപയ്യ മാലിനിക്ക് താക്കീത് കൊടുക്കുന്നു. ഈ ദേഷ്യത്തിൽ മാലിനി ശാന്തിയുടെ കട്ടിലിനു ചുറ്റും മുളകുപൊടി ഇട്ടതിനാൽ ശാന്തി തല കറങ്ങി നിലത്ത് വീഴുന്നു. തുടർന്ന് എന്തുണ്ടായി എന്ന് നമുക്ക് ഈ രണ്ടാം ഭാഗത്തിൽ കാണാം. ഇരുട്ടാകാറായപ്പോൾ എല്ലാ കുട്ടികളും അവരുടെ വീട്ടിലേക്ക് പോകുന്നു. മാലിനിയും വീട്ടിലേക്ക് വരുന്നു. അവൾ വാതിൽ തുറന്നു നോക്കുന്നു. ശാന്തി നിലത്തു കിടക്കുന്നത് അവൾ കണ്ടു. അയ്യോ, ഇതെന്താ? ഇവൾ അച്ഛൻ വരുന്ന സമയം നോക്കി നിലത്തു കിടന്നതാണ്. അച്ഛന്റെ കയ്യിൽ നിന്ന് എനിക്ക് വഴക്ക് കിട്ടാൻ വേണ്ടിയാണ് ഈ പണി. ആദ്യം ഈ മുളകുപൊടി വൃത്തിയാക്കണമല്ലോ. ഇങ്ങനെ പറഞ്ഞിട്ട് അവൾ ആ മുളകുപൊടിയെല്ലാം തൂത്തുകളയുന്നു. അതുപോലെ തന്നെ വീട് മുഴുവൻ അവൾ തൂത്ത് വൃത്തിയാക്കുന്നു. അപ്പോഴും ശാന്തി നിലത്തു തന്നെ കിടക്കുകയാണ്. ഗ്ലാസ്സിൽ വെള്ളം കൊണ്ടുവന്ന് മാലിനി ശാന്തിയുടെ മുഖത്തൊഴിക്കുന്നു. എന്നിട്ടും ശാന്തി എഴുന്നേൽക്കുന്നില്ല. അവൾ ഒന്ന് അനങ്ങുക പോലും ചെയ്തില്ല. നോക്കൂ ചേച്ചി, അച്ഛൻ വരാറായി. എനിക്ക് വഴക്ക് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് എനിക്കറിയാം. എഴുന്നേക്ക് ചേച്ചി. ശാന്തിക്ക് മാലിനി പറയുന്നതൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. തന്റെ ചേച്ചി തന്നോട് ഈ പണി കാണിക്കുന്നത് കണ്ട് മാലിനിക്ക് വല്ലാത്ത ദേഷ്യം വരുന്നു. തന്റെ കയ്യിലിരുന്ന ഗ്ലാസ് കൊണ്ട് ശാന്തിയുടെ തലയിൽ ശക്തമായി ഇടിക്കുന്നു. എന്നിട്ടും ശാന്തി ഒന്ന് അനങ്ങുക പോലും ചെയ്തില്ല. നീ അച്ഛന്റെ കയ്യിൽ നിന്ന് വഴക്കും തല്ലും എല്ലാം വാങ്ങിത്തരുമെന്ന് തോന്നുന്നു. എന്നിട്ട് മാലിനി വീടിന്റെ മുന്നിൽ ഒറ്റയ്ക്ക് വിഷമത്തിലിരിക്കുന്നു. അപ്പോൾ ഗോപയ്യ വീട്ടിലേക്ക് വരുന്നു. അയാൾ പുറത്തിരിക്കുന്ന മാലിനിയെ കണ്ട് ഇങ്ങനെ ചോദിക്കുന്നു. മാലിനി, എന്തു പറ്റി മോളെ? ഒറ്റയ്ക്കെന്താ ഇരിക്കുന്നത്? ചേച്ചി എവിടെയാണ്? അത് അച്ഛാ, ചേച്ചി ഉറക്കത്തിലാണ്. ഇപ്പോൾ എന്താ ഒരു ഉറക്കം? ഇങ്ങനെ പറഞ്ഞിട്ട് മാലിനിയെയും കൂട്ടി ഗോപയ്യ വീട്ടിനകത്തേക്ക് വരുന്നു. തറയിൽ കിടന്നുറങ്ങുന്ന ശാന്തിയെ കാണുന്നു. ഗോപയ്യ കരുതി ശാന്തി നിലത്ത് കിടന്നുറങ്ങുകയാണ് എന്ന്. അവൾ ബോധമില്ലാതെ കിടക്കുകയാണ് എന്ന കാര്യം അയാൾ അറിഞ്ഞില്ല. അപ്പോൾ ഗോപയ്യയ്ക്ക് മുളകുപൊടിയുടെ മണം കിട്ടുന്നു. നീ മുളകുപൊടി പിന്നെയും താഴെ കളഞ്ഞോ മോളെ? പുറത്തുനിന്ന് അകത്തോട്ട് എടുത്തോണ്ട് വന്നപ്പോൾ പാക്കറ്റ് കയ്യിൽ നിന്ന് താഴെ വീണുപോയി അച്ഛാ. അങ്ങനെയാണച്ചാ മുളകുപൊടി വീണത്. ഓ, അങ്ങനെയാണോ? നിന്റെ കണ്ണിലൊന്നും വീണില്ലല്ലോ അല്ലേ? ഇല്ലച്ചാ. നീ ചേച്ചിയുടെ അടുത്ത് തന്നെ ഉണ്ടാവണം. ഞാൻ പോയി നമുക്ക് കഴിക്കാനുണ്ടാക്കാം. ചേച്ചി നോക്ക്, അച്ഛൻ വന്നു, നിന്നെ വിളിക്കുന്നുണ്ട്. ഇങ്ങനെ മാലിനി വിളിക്കുന്നുണ്ടെങ്കിലും ശാന്തി അനങ്ങുന്നതേയില്ല. ഇത് കണ്ട മാലിനി പേടിച്ചു പോകുന്നു. എന്തുപറ്റി കാണും? അനങ്ങുന്നത് പോലും ഇല്ലല്ലോ. അച്ഛൻ വന്നിട്ടും എഴുന്നേറ്റില്ലല്ലോ. അപ്പോ ഇവൾ അഭിനയിക്കുവല്ലേ? ഇങ്ങനെ ഓർത്ത് അവൾ ശാന്തിയുടെ മൂക്കിന് മുകളിൽ കൈവച്ചു നോക്കുന്നു. ശ്വാസം എടുക്കുന്നതായി അവൾക്ക് തോന്നിയില്ല. ഇതറിഞ്ഞതും അവൾ പേടിച്ചുപോയി. പേടിച്ച് അവൾ പുറത്ത് ഭക്ഷണമുണ്ടാക്കുന്ന ഗോപയ്യയുടെ അടുത്തേക്ക് വരുന്നു. പേടിച്ചു അച്ഛനോട് ഇങ്ങനെ പറയുന്നു. അച്ഛാ, ഒന്ന് ചേച്ചിയുടെ അടുത്തോട്ട് വന്ന് അവരെ നോക്കാമോ? എന്തു പറ്റി മോളെ? ഉറങ്ങുവല്ലേ? ഉറങ്ങട്ടെ. ഭക്ഷണം റെഡിയായിട്ട് അവളെ വിളിക്കാം. പക്ഷേ അച്ഛാ, ഞാൻ കുറെ നേരമായി ചേച്ചിയെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേച്ചി എഴുന്നേൽക്കുന്നതേയില്ല. ഗോപയ്യ പെട്ടെന്ന് തന്നെ റൂമിനകത്തേക്ക് പോകുന്നു. ശാന്തിയെ അടുത്തു വന്ന് കണ്ടപ്പോഴാണ് അവൾ ഉറങ്ങുകയല്ല, അവൾ നിലത്തു വീണതാണ് എന്ന് മനസ്സിലായത്. നിലത്തുറങ്ങാൻ കിടന്നതാണെങ്കിൽ അവൾ ബെഡ്ഷീറ്റ് വിരിച്ചാണ് കിടക്കാറ്. അതുകൊണ്ട് അവൾ നിലത്ത് വീണതാണെന്ന് അയാൾക്ക് മനസ്സിലാകുന്നു. മോളെ, ശാന്തി, എഴുന്നേൽക്കു മോളെ. എഴുന്നേൽപ്പിക്കാനായി അയാൾ അവളുടെ കയ്യിൽ പിടിക്കുന്നു. കൈ മരവിച്ചിരിക്കുന്നു. ഇതെന്താ? കൈ തണുത്തിരിക്കുന്നല്ലോ. എന്തു പറ്റി മോളെ? ഞാൻ ഇപ്പോൾ തന്നെ റാണി ചേച്ചിയെ വിളിച്ചോണ്ട് വരാം. മാലിനി, നീ ചേച്ചിയുടെ അടുത്ത് ഉണ്ടാകണേ എന്ന് പറഞ്ഞ് ഗോപയ്യ റാണിയുടെ വീട്ടിലേക്ക് ഓടുന്നു. റാണി ചേച്ചി, മൂത്ത മകൾ തല കറങ്ങി നിലത്തു വീണു. എഴുന്നേൽപ്പിക്കാൻ നോക്കിയെങ്കിലും എഴുന്നേൽക്കുന്നില്ല. ഒന്ന് വന്ന് നോക്കാമോ? ശരി, വരാം ഗോപയ്യ.
നിങ്ങൾ പേടിക്കാതെ വാ. അങ്ങനെ ഗോപയ്യയും റാണിയും ഗോപയ്യയുടെ വീട്ടിലേക്ക് വരുന്നു. റാണി ചേച്ചി ശാന്തിയെ പരിശോധിക്കുന്നു. തലയിൽ കൈവച്ചു നോക്കുന്നു, കയ്യിൽ പിടിച്ചു നോക്കുന്നു. പക്ഷെ റാണിക്കൊന്നും മനസ്സിലാകുന്നില്ല. കണ്ണു തുറന്നു നോക്കി, എന്നിട്ടും ഒന്നും മനസ്സിലാകുന്നില്ല. ഗോപയ്യ വല്ലാതെ ടെൻഷനിലാണ്. മാലിനിയും പേടിച്ചു നിൽക്കുകയാണ്. ചേച്ചി വിളിച്ചപ്പോൾ വാതിൽ തുറന്നിരുന്നെങ്കിൽ ഈ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകില്ലായിരുന്നു. കുറേ നേരം ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി കരഞ്ഞു. പക്ഷെ ഞാൻ വാതിൽ തുറന്നു കൊടുത്തില്ല. ഇപ്പോൾ ഞാൻ കരയേണ്ട അവസ്ഥ വന്നു. ചേച്ചിക്കൊന്നും വരരുതേ, ഇല്ലെങ്കിൽ അച്ഛൻ്റെ തല്ലുകൊണ്ട് ഞാൻ മരിക്കും. അതുമല്ല, അച്ഛൻ എന്നേക്കാളും ശാന്തിയാണ് ഇഷ്ടം. അവൾ എന്തു പറഞ്ഞാലും സമ്മതിക്കും. എന്ത് മേടിച്ചാലും ആദ്യം അവൾക്കാണ് കൊടുക്കുക. ഇങ്ങനെ അവൾ മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഗോപയ്യ ശാന്തിയെ ആദ്യം കട്ടിലിൽ കിടത്തു. റാണി ചേച്ചി പറഞ്ഞതും ഗോപയ്യ ശാന്തിയെ എടുത്ത് കട്ടിലിൽ കിടത്തുന്നു. ഗോപയ്യയും എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നു. ശാന്തി, ശാന്തി മോളെ. ഇങ്ങനെ പറഞ്ഞ് ഗോപയ്യ അവളുടെ കൈ തിരുമ്മിക്കൊടുക്കുന്നു. അതുകഴിഞ്ഞ് അയാൾ അവളുടെ കണ്ണുകൾ സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് കണ്ണിൽ മുളകുപൊടി കണ്ടത്. അത് കണ്ടപ്പോൾ അയാൾക്ക് മാലിനിയെ സംശയം വരുന്നു. മാലിനിയോട് ദേഷ്യത്തിൽ ചോദിക്കുന്നു. മാലിനി, ഞാൻ പോയി കഴിഞ്ഞിവിടെ എന്താ സംഭവിച്ചത്? അത് അച്ഛാ, പേടിക്കണ്ട, മോള് പറ, ഞാനൊന്നും പറയില്ല. അത് അച്ഛാ, അച്ഛൻ ജോലിക്ക് പോയി കഴിഞ്ഞ് ചേച്ചി കളിക്കാൻ സമ്മതിച്ചില്ല. ഞാനതനുസരിച്ചില്ല. ചേച്ചി ഉറങ്ങിക്കഴിഞ്ഞ് ഞാൻ ഡോറ് പുറത്തുനിന്ന് ലോക്കിട്ട് കളിക്കാൻ പോയി. ചേച്ചി 1-2 തവണ വിളിച്ചിരുന്നു. പക്ഷെ ഞാൻ വാതിൽ തുറന്നില്ല. ഞാൻ കളിച്ചോണ്ടിരിക്കുമായിരുന്നു. ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. ഇരുട്ടാകാറായപ്പോൾ അച്ഛൻ വരാറായല്ലോ എന്നോർത്ത് പേടിച്ച് ഞാൻ വീട്ടിൽ കയറി. വാതിൽ തുറന്നു നോക്കിയപ്പോൾ ചേച്ചി തറയിൽ കിടക്കുകയായിരുന്നു. വിളിച്ചിട്ടും എഴുന്നേറ്റില്ല. മാലിനി പറഞ്ഞത് കേട്ടപ്പോൾ ഗോപയ്യയ്ക്ക് ഭയങ്കര ദേഷ്യം വന്നു. അയാൾ മാലിനിയെ അടിക്കാൻ തുടങ്ങി. അനിയത്തിയെ അടിച്ചാൽ മൂത്തവൾ എഴുന്നേൽക്കുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ശാന്തിയെ ഗ്രാമത്തിലെ ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോകൂ. ഇവൾക്ക് എന്തു പറ്റിയെന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അടികൊണ്ട വിഷമത്തിൽ മാലിനി വീടിനു പുറത്തേക്കിറങ്ങി അടുപ്പിനടുത്തായി പോയിരിക്കുന്നു. ഗോപയ്യ ഒട്ടും വൈകാതെ ശാന്തിയെ എടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് പോകുന്നു. റാണി ചേച്ചി അടുപ്പിനടുത്തിരിക്കുന്ന മാലിനിയുടെ അടുത്തേക്ക് വരുന്നു. നീ എന്താണ് ചെയ്തത്? ബോധം കെടുത്തിക്കളഞ്ഞല്ലോ ആ പാവത്തിനെ. അവൾക്ക് നിന്നോട് എന്ത് സ്നേഹമാണ്. നിന്റെ അച്ഛൻ്റെ ആദ്യ ഭാര്യയിലെ മകളാണവൾ. പക്ഷേ ഒരമ്മയെപ്പോലെയല്ലേ നിന്നെ നോക്കുന്നത്? റാണി ചേച്ചി ശാന്തിയെക്കുറിച്ച് ഇങ്ങനെ നല്ലത് പറയുന്നത് മാലിനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇവൾ കരച്ചിൽ നിർത്തി റാണി ചേച്ചിയെ ദേഷ്യത്തോടെ നോക്കുന്നു. അത് റാണി ചേച്ചി കാണുന്നു. നീ എന്തിനാ എന്നെ കണ്ണുരുട്ടി നോക്കുന്നത്? മാലിനി റാണി ചേച്ചിയെ അങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ നോക്കും. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇവിടുന്ന് പോ. എന്ത് അഹങ്കാരമാണ് നിനക്ക്? എന്നെങ്കിലും നീ എന്റെ കയ്യിൽ നിന്നും തല്ലു വാങ്ങും. അന്ന് കാല് പിടിച്ചാലും നിന്നെ ഞാൻ വെറുതെ വിടില്ല. നിങ്ങൾ എന്റെ കാലിൽ വീഴാതിരിക്കാൻ നോക്കിക്കോ. ഞാൻ നിന്റെ കാലിൽ എന്തിനാ വീഴുന്നത്, ഉണ്ടകണ്ണി? ഇങ്ങനെ പറഞ്ഞിട്ട് റാണി ചേച്ചി അവളുടെ തലയിൽ 2 കൊട്ട് കൊടുക്കുന്നു. 1106. 1106? ഇതെന്താ? ഇന്നത്തെയും ചേർത്ത് എന്റെ തലയിൽ നിങ്ങൾ 1106 തവണ കൊട്ടി. കണക്ക് വെച്ച് ഞാൻ ഇത് തിരിച്ചു തരും. അയ്യോ, നിന്നോട് ഞാൻ വഴക്കിനില്ലേ? ഇങ്ങനെ പറഞ്ഞിട്ട് റാണി ചേച്ചി അവിടെ നിന്ന് പോകുന്നു. ഗോപയ്യ ശാന്തിയെയും കൊണ്ട് അവിടെയുള്ള ഒരു ഹോസ്പിറ്റലിൽ എത്തുന്നു. ശാന്തിയെ അവിടെയുള്ള ഒരു ബെഞ്ചിൽ കിടത്തുന്നു. എന്തു പറ്റി ഗോപയ്യ? എന്തു പറ്റിയെന്ന് അറിയില്ല ഡോക്ടർ. തല കറങ്ങി വീണു. 10 മണിക്കൂറായി. അപ്പോൾ ഇത്രയും നേരം എന്തു ചെയ്യുകയായിരുന്നു? ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് പോയതാണ്. തിരിച്ചു വന്നപ്പോഴാണ് ഇത് അറിഞ്ഞത്. കണ്ട ഉടനെ ഇവളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഡോക്ടർ ശാന്തിയുടെ കൈ പിടിച്ച് പൾസ് നോക്കുന്നു. പൾസ് റേറ്റ് കുറവാണല്ലോ ഗോപയ്യ. ഡോക്ടർ ഹാർട്ട് ബീറ്റ് പരിശോധിക്കുന്നു. ഓ, ഹാർട്ട് ബീറ്റും കുറവാണല്ലോ. എന്തോ കണ്ട് പേടിച്ചതുപോലെയുണ്ട്. എപ്പോഴും 2 സഹോദരിമാർ വീട്ടിൽ ഒരുമിച്ചായിരിക്കും. ഞാൻ രാവിലെ ജോലിക്ക് പോകും. പ്രശ്നം എന്താണെന്ന് അറിയില്ല. ഈ കുട്ടി കരഞ്ഞു കരഞ്ഞാണ് ബോധം പോയിരിക്കുന്നത്. ഞാനൊരു മരുന്ന് തരാം, പക്ഷെ ശ്രദ്ധിക്കണം. ശരി ഡോക്ടർ, നോക്കിക്കോളാം. ഡോക്ടർ ശാന്തിക്ക് ഇഞ്ചക്ഷൻ കൊടുക്കുന്നു. അതുപോലെ മരുന്നുകളും കൊടുക്കുന്നു. ഗോപയ്യ ആ മരുന്നുകളൊക്കെ വാങ്ങി ശാന്തിയെയും എടുത്ത് വീട്ടിലേക്ക് പോകുന്നു. മാലിനിയെ ഞാൻ അടിച്ചിരുന്നു. ഇപ്പോൾ അവൾ വീട്ടിൽ ഒറ്റയ്ക്ക് എന്ത് ചെയ്യുകയാണോ ആവോ? അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഗോപയ്യ വീട്ടിലേക്ക് നടക്കുന്നു. വീടിന് പുറത്ത് അടുപ്പിനടുത്തിരിക്കുന്ന മാലിനി
കത്തുന്നൊരു വിറകുമായി ഇരിക്കുകയാണ്. തുടർന്ന് എന്തുണ്ടായി എന്ന് അടുത്ത ഭാഗത്തിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.